മോഷണം ഭയന്നാണ് ധനികൻ തന്റെ അളവറ്റ പണവും സ്വർണവും എല്ലാം ഒരു രഹസ്യ അറയുണ്ടാക്കി അതിൽ നിക്ഷേപിച്ചത്. കുടുംബാംഗങ്ങളെപ്പോലും വിശ്വാസമില്ലാത്തതിനാൽ 2 താക്കോലുകൾ ഉണ്ടാക്കി ഒന്ന് ധനികനും മറ്റൊന്ന് ഏറ്റവും വിശ്വസ്തനായ സേവകനെ ഏൽപ്പിച്ചു. ഒരു ദിവസം ആരും അറിയാതെ തന്റെ നിക്ഷേപം കാണാനെത്തിയ ധനികന് തന്റെ സ്വർണ്ണ കൂമ്പാരെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇതിനിടെ ആരും അറിയാതെ അറയിലെത്തിയ സേവകൻ അറയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഭയന്നു പോയി. കയ്യിലെ താക്കോൽ ഉപയോഗിച്ച് അറ അദ്ദേഹം പുറത്തുനിന്ന് പൂട്ടി. അറയ്ക്കുള്ളിൽ അകപ്പെട്ട ധനികനെ പിന്നീട് പുറം ലോകം കണ്ടിട്ടേയില്ല. പ്രിയമുള്ളവരെ, സ്വന്തം നിക്ഷേപങ്ങളുടെ കെണിയിൽ അകപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ പരാജയം. എന്തൊക്കെ സമ്പാദിച്ചോ അതൊന്നും ഉപകരിക്കാതെ വരിക. എവിടെയെല്ലാം നിക്ഷേപിച്ചോ അവിടെയെല്ലാം വിള്ളൽ വീഴുക. എത്രയധികം വാരിക്കൂട്ടിയോ അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുക. സമ്പാദിച്ചതൊക്കെ വീതം വെച്ചതോടെ മക്കൾ പോലും വെറുത്തു തുടങ്ങുക. ഇതിനേക്കാൾ ദയനീയമായ നാശനഷ്ടം വേറെയില്ല. ഒന്നുമില്ലാത്തവർക്ക് അതിജീവനവും എല്ലാം ഉള്ളവർക്ക് അതിമോഹവുമാണ്. പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് അമിത ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്നതിനേക്കാൾ ഭേദം. ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന സ്വത്തിന് പരിധിയുണ്ട്. സമ്പാദ്യങ്ങൾ ആവശ്യത്തിന് മാത്രമായി ചുരുക്കുന്നിടത്താണ് സംതൃപ്തമായ ജീവിതം. തനിക്ക് തൃപ്തിയാകുന്നിടത്തോളം സമ്പാദിക്കാൻ ഒരാൾക്കുമാകില്ല. അധിക സമ്പാദ്യമുള്ളവരുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ആരും അറിയാതെ അവ സംരക്ഷിക്കുക എന്നതാണ്. സമ്പാദ്യത്തിന്റെ പിന്നാലെ പോയി എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് കൊണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്നതാണ്. എന്തൊക്കെ സമ്പാദിച്ചു എന്നുള്ളതല്ല, സമ്പാദ്യങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം.